നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന ജനുവരി 20 എന്നത് അമേരിക്കയിലെ ട്രാൻസ്ജെൻഡറുകൾക്ക് നിർണായകമായിരിക്കും. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ട്രാൻസ്ജെൻഡർ സർവീസ് അംഗങ്ങളെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കാൻ ഒരുങ്ങി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്ത വർഷം ജനുവരി 20 അധികാരമേറ്റ ഉടൻ തന്നെ ട്രംപ് ട്രാൻസ്ജെൻഡർമാരെ US സൈന്യത്തിൽ നിന്ന് വിലക്കുന്ന ഉത്തരവിൽ ഒപ്പിടാൻ ഒരുങ്ങുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ നീക്കം സായുധ സേനയിൽ നിന്ന് 15,000 ട്രാൻസ്ജെൻഡർ സർവീസ് അംഗങ്ങളെ വൈദ്യശാസ്ത്രപരമായി ഡിസ്ചാർജ് ചെയ്യുകയും അവരെ സേവനത്തിന് യോഗ്യരല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ US സായുധ സേനയുടെ മിക്കവാറും എല്ലാ ശാഖകളും റിക്രൂട്ട്മെന്റ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പാടുപെടുന്ന സമയത്താണ് ഈ ഒരു ഉത്തരവുകൾ ട്രാൻസ്ജെൻഡർ അംഗങ്ങൾ സൈന്യത്തിൽ ചേരുന്നതിന് നിരോധനം ഏർപ്പെടുത്തുന്നത്. US-ൽ ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കുമെന്നും ആണും പെണ്ണും എന്ന 2 ജെൻഡറുകൾ മാത്രമേ ഇനി US-ൽ ഉണ്ടാകുകയുള്ളൂ എന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതുപോലെ തന്നെ ഫിനിക്സിൽ നടന്ന ചടങ്ങിൽ യുവാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. ആ വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്. സ്ത്രീയും പുരുഷനും എന്ന 2 ജെൻഡർ മാത്രമാണ് എന്ന് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നയമാകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡറുകളുടെ സൈനിക സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള ഉത്തരവുകളും അദ്ദേഹം ഒപ്പിടും. സ്ത്രീകളുടെ കായിക ഇനങ്ങളിൽ നിന്നും ട്രാൻസ്ജെൻഡറുകളെ പുറത്താക്കും. കുട്ടികളുടെ ചേലകർമ്മം അവസാനിപ്പിക്കാനുള്ള ഉത്തരവിൽ ഒപ്പിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കുടിയേറ്റ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുമെന്നും മയക്കുമരുന്ന് സംഘങ്ങളെ വിദേശ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിക്കുമെന്നും പനാമ കനാലിലെ US നിയന്ത്രണം പുനഃസ്ഥാപിക്കുമെന്നും ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 78-കാരനായ ട്രംപ് സൈന്യത്തിലെ വോക്ക് രീതികളെ വിമർശിച്ചു. ചില മുതിർന്ന ഉദ്യോഗസ്ഥ സന്നദ്ധയേക്കാൾ വൈവിധ്യം, തുല്യത ഉൾപ്പെടുത്താൻ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വാദിച്ചു. തന്റെ ആദ്യ ടേമിൽ വലിയ ചികിത്സാ ചിലവുകളും തടസ്സങ്ങളും ഉദ്ധരിച്ച് സായുധ സേനയിൽ ട്രാൻസ്ജെൻഡർമാരെ ഇനി അംഗീകരിക്കുകയോ അനുവദിക്കുകയോ ചെയ്യില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 2019-ലാണ് നിരോധനം നിലവിൽ വന്നത്. എന്നിരുന്നാലും പ്രസിഡന്റ് ജോ ബൈഡൻ അധികാരമേറ്റതിനു ശേഷം പിന്നീട് ആ നയം മാറ്റുകയായിരുന്നു. ഇപ്പോൾ ട്രംപ് ബൈഡന്റെ ഉത്തരവ് പിൻവലിക്കാൻ സാധ്യതയുണ്ട് എന്നും നിലവിലെ സേവനം അനുഷ്ഠിക്കുന്ന ട്രാൻസ് ട്രൂപ്പുകളെ നീക്കം ചെയ്തുകൊണ്ട് ഒരു പടി മുന്നോട്ട് പോകുമെന്നും എന്നാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങുമ്പോൾ തന്നെ കുടിയേറ്റം സംബന്ധിച്ച വിപുലമായ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നിരവധി നടപടികൾ ഒന്നാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവെന്ന് പറയുന്നത്. ഈ നടപടികളെല്ലാം തന്നെ കാര്യമായ നിയമപരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. അതുപോലെ തന്നെ ട്രംപ് തന്റെ പ്രചരണ വേളയിൽ US ജനസംഖ്യയുടെ 1% താഴെയുള്ള ഒരു ഗ്രൂപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ദശലക്ഷക്കണക്കിന് ട്രാൻസ് വിരുദ്ധ പരസ്യങ്ങൾക്കായി കോടിക്കണക്കിന് ചെലവഴിച്ച റിപ്പബ്ലിക്കൻ ഗ്രൂപ്പുമായി യോജിച്ചുകൊണ്ട് LGBTQ+ കമ്മ്യൂണിറ്റികൾക്കായുള്ള നിർണായക പൗരാവകാശ സംരക്ഷണങ്ങൾ പിൻവലിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്നു. അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികളെ സ്പോർട്സിൽ പങ്കെടുപ്പിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ലിംഗ ഐഡന്റിറ്റിക്ക് അനുയോജ്യമായ ബാത്റൂം ഉപയോഗിക്കുന്നതിൽ നിന്നും തടയുമെന്നും ട്രാൻസ്ജെൻഡർ യുവാക്കൾക്കായി ലിംഗഭേദം സ്വീകരിക്കുന്ന ആരോഗ്യ സംരക്ഷണം രാജ്യവ്യാപകമായി തന്നെ നിരോധിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തിരുന്നു. ട്രംപ് പ്രസിഡന്റായി ആദ്യം ചുമതലയേറ്റപ്പോഴും ട്രാൻസ് വിരുദ്ധ വികാരം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. നിലവിലുള്ള ട്രാൻസ്ജെൻഡറുകൾക്ക് സർവീസിൽ തുടരാമെന്നും അതുപോലെ തന്നെ LGBTQ വിഭാഗത്തിൽപ്പെട്ടവരെ സൈന്യത്തിലേക്ക് പുതുതായി റിക്രൂട്ട് ചെയ്യേണ്ടതില്ല എന്നതായിരുന്നു ട്രംപ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. പുതിയ തീരുമാനപ്രകാരം US മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ട്രാൻസ് സൈനികരുടെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ഇപ്പോൾ. അതേപോലെ തന്നെ ട്രംപ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന 2025 ജനുവരി 20 തന്നെ ഈ ഒരു ഉത്തരവ് നിലവിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ 15,000 ട്രാൻസ് സൈനികരാണ് US മിലിറ്ററിയിൽ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. ട്രംപിന് പിന്നാലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡൻ ട്രംപിന്റെ ട്രാൻസ് വിരുദ്ധ ഉത്തരവ് റദ്ദാക്കിയപ്പോൾ ഏകദേശം 22,000 സൈനികർക്കാണ് ജെൻഡർ സംബന്ധമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടായി വന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അമിതമായ വർഗീയ സിദ്ധാന്തമോ ട്രാൻസ്ജെൻഡർ ഭ്രാന്തോ അനുചിതമായ വർഗ ലിംഗ രാഷ്ട്രീയ ചിന്തകളോ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതു സ്ഥാപനത്തിനെതിരെയും കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു ട്രംപ് തന്റെ പ്രാഥമിക സ്ഥാനാരോഹണ വേളയിൽ പറഞ്ഞത്.
പെൺകുട്ടികളുടെ കായിക മത്സരങ്ങളിൽ ട്രാൻസ്ജെൻഡർമാർ പങ്കെടുക്കുന്നതിനെതിരെ തന്നെ ട്രംപ് മുമ്പും വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ആളാണ്. ജെൻഡർ ഐഡന്റിറ്റിയെ കുറിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിശദമായ ക്ലാസ് എടുക്കുന്നതിനെയും ട്രംപ് സൈന്യത്തിൽ സ്ത്രീകളെയും ട്രാൻസ്ജെൻഡർ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്താനുള്ള നടപടികൾ US സുരക്ഷയെ ഇല്ലാതാക്കുകയാണ് ചെയ്തതെന്നാണ് മിലിറ്ററിയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ടിൽ വിശദീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അതേപോലെ തന്നെ ട്രംപിന്റെ മറ്റൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കുറച്ചു നാൾ കൂടി ടിക്ടോക്കിനെ US തുടരാൻ അനുവദിക്കണമെന്ന ഒരു നിർദ്ദേശവുമായിട്ടാണ് ഇപ്പോൾ നിയുക്ത US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നതും. പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ ടിക്ടോക്കിലൂടെ തനിക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ലഭിച്ചുവെന്നും അതിനാൽ തന്നെ കുറച്ച് അധികം സമയം കൂടി US ടിക്ടോക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അരിസോണയിലെ ഫിനിക്സിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുന്ന വേളയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് സംസാരിച്ചതും. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ടിക്ടോക്ക് പിൻവലിക്കണമെന്ന് ടിക്ടോക്കിന്റെ ചൈനീസ് മാതൃകാ കമ്പനിയായ വൈറ്റ് ഡാൻസിനോട് US സെനറ്റ് ആവശ്യപ്പെട്ടിരുന്നു. ഇതു സംബന്ധിച്ച നിയമവും സെനറ്റ് പാസാക്കിയിരുന്നു. ടിക്ടോക്ക് നിരോധിക്കുന്നതിനുള്ള നിയമം വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടെയാണ് സെനറ്റ് പാസ്സാക്കിയിരുന്നതും. എന്നാൽ ഏപ്രിലിൽ കൊണ്ടുവരുന്ന നിയമം അനുസരിച്ച് ജനുവരി 19 വരെയാണ് ടിക്ടോക്കിന് US പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി ഉള്ളത്. എന്നാൽ നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടിക്ടോക്ക് ഉടമകൾ US സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതി വിധി വൈറ്റ് സ്റ്റാൻസിന് അനുകൂലമായില്ല എങ്കിൽ ജനുവരി 19 തന്നെ US നിന്ന് ടിക്ടോക്ക് നിരോധനം പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ജനുവരി 20 ട്രംപ് പ്രസിഡന്റായി അധികാരം ഏൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ടിക്ടോക്ക് റദ്ദാക്കുന്നത് സംബന്ധിച്ച കാര്യത്തിൽ ഒന്നും കൂടി ചിന്തിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് അങ്ങനെ തോന്നുന്നു എന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ലക്ഷക്കണക്കിന് പ്രചരണങ്ങളാണ് ടിക്ടോക്കിലൂടെ തങ്ങൾക്ക് ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ച ടിക്ടോക്കിന്റെ സിഇഒയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ടിക്ടോക്കിലൂടെ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നന്ദി പറയുന്നതിനായിട്ടാണ് കൂടിക്കാഴ്ച സംഘടിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞതും. അതേസമയം ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിക്ടോക്ക് ദേശീയ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുമെന്നാണ് US നീതിന്യായ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതും. ഈ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് US ഭൂരിഭാഗം ജനപ്രതിനിധികളും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം മറ്റൊരു നിർണായകമായൊരു ചോദ്യം ഡൊണാൾഡ് ട്രംപിനോട് ജനങ്ങൾ ചോദിക്കുകയുണ്ടായി. ഭാവിയിൽ ഇലോൺ മസ്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമോ എന്നായിരുന്നു പല കോണുകളിൽ നിന്നും ഉയർന്നു വന്ന ആ ഒരു ചോദ്യം. എന്നാൽ അദ്ദേഹം അതിന് തക്കതായ ഒരു മറുപടി തന്നെയായിരുന്നു നൽകിക്കൊണ്ട് രംഗത്ത് വന്നതും. അദ്ദേഹം ഈ ഒരു ചോദ്യത്തിന് ഇങ്ങനെയാണ് ഉത്തരം നൽകിയത്. രാജ്യത്തെ നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം അതിന് ഇല്ല എന്നാണ് ഉത്തരം നൽകിയത്. എന്തുകൊണ്ടാണ് മസ്കിന് പ്രസിഡന്റ് ആകാൻ കഴിയാത്തതെന്ന് നിങ്ങൾക്കറിയാമോ എന്നും, കാരണം അദ്ദേഹം ഈ രാജ്യത്ത് ജനിച്ച വ്യക്തി അല്ല എന്നായിരുന്നു ട്രംപിന്റെ ഒരു ബുദ്ധിപരമായ മറുപടി വന്നതും. അതേപോലെ കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച ഇലോൺ മസ്ക് ആണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതും. പെൻസിൽവാനിയയിൽ ട്രംപിനെതിരായ വധശ്രമത്തിന് തൊട്ടു പിന്നാലെയാണ് മസ്ക് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നതും. പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ട്രംപിന് ഏറ്റവും അധികം പിന്തുണ നൽകിയവരിൽ ഒരാളായിരുന്നു മസ്ക്. ട്രംപിനായി $11.9 കോടി ഇലോൺ മസ്ക് ഒഴുക്കിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നതും. അതുപോലെ വോട്ടർമാരെ സ്വാധീനിക്കാനായി ഒരുപാട് സമ്മാനങ്ങളും പണവും അദ്ദേഹം നൽകിയെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നതും. ഇത് ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ട്രംപിനായി മസ്ക് പണവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സും ഒക്കെ തുറന്നിട്ടതൊന്നും വെറുതെ ആയിരുന്നില്ല. അമേരിക്കയിൽ ജനുവരിയോടെ അധികാരമേൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ വന്നാൽ ശതകോടീശ്വരനായ ഇലോൺ മസ്കിന് കാര്യമായ സ്വാധീനം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നതും. ട്രംപിനൊപ്പം പൊതു സ്വകാര്യ പരിപാടികളിൽ ഇപ്പോൾ നിറസാന്നിധ്യവുമാണ് ഇലോൺ മസ്ക്. ടെക് ശതകോടീശ്വരനായ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനുമായ ഇലോൺ മസ്കിനെ പ്രസിഡന്റ് മസ്ക് എന്നാണ് ഡെമോക്രാറ്റിക് ക്യാമ്പിൽ നിന്നുള്ളവരടക്കം തന്നെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള മസ്കിന് ഒരു ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ കഴിയുമോ എന്നാണ് ഒളിഞ്ഞും തെളിഞ്ഞും പല കോണുകളിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.